ആ മരം വീണ് ഞങ്ങളുടെ വീട് തകർന്നു. ഞങ്ങളുടെ ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം. ആഹാ, എല്ലാവരും നല്ല ഉത്സാഹത്തിലാണല്ലോ. എന്താ കാര്യം? ക്രിസ്മസ് ട്രീ അലങ്കരിക്കണം, സ്റ്റാർ ഉണ്ടാക്കണം, ലൈറ്റ് ഇടണം, കേക്ക് വാങ്ങണം, ബലൂൺ വാങ്ങണം. സ്റ്റാറേ ഞങ്ങൾ ഉണ്ടാക്കാം. അതിന് നിങ്ങളെ കൊണ്ടത് പറ്റുമോ? ഓ പറ്റും പറ്റും. നമുക്ക് നന്നായി പറ്റും. ആഹാ, എന്നാൽ ഇത്തവണ ബാനുവും ബബുലും സ്റ്റാർ ഉണ്ടാക്കട്ടെ. ദേ നോക്ക്, നമുക്ക് അതെടുക്കാം. അയ്യോ ഉറുമ്പ്, അയ്യോ അയ്യോ അമ്മേ. അയ്യോ, നമുക്കിത് ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഞാൻ മുറിച്ചു തരാം. ഇതാ കമ്പുകൾ. വളരെ ഉപകാരം ചേട്ടാ. ആ ശരി ശരി. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ കാര്യം? ഞങ്ങൾക്ക് സ്റ്റാർ ഉണ്ടാക്കാനുള്ള കളർ പേപ്പറും പശയും വേണം, കിട്ടാനുള്ള നൂലും വേണം. ഓഹോ, അത്രയേ ഉള്ളോ? തരാമല്ലോ. പക്ഷേ നിങ്ങൾക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ അറിയാമോ? ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. എന്നാ ശരി, എളുപ്പം വീട്ടിലേക്ക് വെക്കോ. ബബലു, സ്റ്റാർ ഉണ്ടാക്കാൻ എത്ര കമ്പുകൾ വേണം? എനിക്കറിയാമായിരുന്നു, പക്ഷേ എനിക്ക് ഒരു സംശയം. നമുക്കൊരു കാര്യം ചെയ്താലോ? കൊരങ്ങച്ചന്റെ അടുത്ത് പോയി ചോദിക്കാം. വാ വാ, എന്താ വിശേഷിച്ച്? ഞങ്ങൾക്ക് സ്റ്റാർ ഉണ്ടാക്കാനായി ഈ കമ്പുകളൊന്ന് മുറിച്ചു തരാമോ? അതിനെന്താ, പക്ഷേ നിങ്ങൾക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ അറിയാമോ? അറിയാമായിരുന്നു, ഇപ്പൊ ഒരു സംശയം. അതിനെന്താ, അത് ഞാൻ പറഞ്ഞു തരാം. ഒരേ അളവിലുള്ള 10 കമ്പുകൾ. ഇതിൽ നിന്ന് 5 കമ്പുകൾ കൊണ്ട് ഇതുപോലൊരെണ്ണം കെട്ടിയുണ്ടാക്കണം. ഇനി എത്ര കമ്പുകൾ ബാക്കിയുണ്ട്? 10ൽ നിന്ന് 5 പോയാൽ 5. അപ്പോൾ ബാക്കി 5 കമ്പുകൾ. ആഹാ, അപ്പൊ കണക്കെല്ലാം പഠിച്ചല്ലോ. ബാക്കി കമ്പുകൾ കൊണ്ട് ഇതുപോലൊന്നുകൂടി ഉണ്ടാക്കണം. അതെന്തിനായി 2 എണ്ണം? അതോ, ഈ 2 നക്ഷത്രങ്ങളുടെയും കാലുകൾ ഇതുപോലെ കൂട്ടിക്കെട്ടണം. എന്നിട്ട് ചെറിയ 5 കമ്പുകൾ ഇതുപോലെ രണ്ടിന്റെയും ഇടയിലേക്ക് കയറ്റി വെക്കണം. ഇനി കളർ പേപ്പർ കൂടി ഒട്ടിച്ചാൽ നക്ഷത്രമായി. ആഹാ, അപ്പൊ മനസ്സിലായല്ലോ. നിങ്ങളുടെ കമ്പുകൾ. വളരെ നന്ദി കൊരങ്ങച്ച. എന്ത് പറ്റി ചേട്ടാ? അയ്യോ, എന്തു പറ്റി? ആ മരം വീണ് ഞങ്ങളുടെ വീട് തകർന്നു. ഞങ്ങളുടെ ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ കൊടും തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോവും? അയ്യോ, അങ്ങനെയെങ്കിൽ പുതിയൊരു വീടുണ്ടാക്കിയാൽ പോരെ? ഉടനെ ഒരു വീടുണ്ടാക്കുക എന്നത് വളരെ പ്രയാസമാണ്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആ മരപ്പത്തിൽ നമുക്കൊരു വീടൊരുക്കിയാലോ? അത് ശരിയാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ഇത് മതി, ഇത് മതി. അകത്ത് ചൂടുണ്ടോ? കുഞ്ഞുങ്ങളെ കിടത്താൻ പറ്റുമോ? അത് പിന്നെ അവർക്കുള്ള കിടക്കയ്ക്ക് പറ്റിയ തുണിയോ കടലാസോ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം. ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ സ്റ്റാർ ഉണ്ടാക്കാനുള്ള കുറച്ച് കളർ പേപ്പർ ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കിടക്ക ഉണ്ടാക്കിയാലോ? പക്ഷേ നിങ്ങളുടെ സ്റ്റാർ. അത് സാരമില്ല, കുഞ്ഞുങ്ങൾ സുഖമായിരിക്കട്ടെ. പക്ഷേ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്ര ഉയരത്തിൽ എങ്ങനെ കേറും? എന്നാൽ നമുക്ക് ആ കമ്പുകൾ കൊണ്ടൊരു ഏണി ഉണ്ടാക്കി കൊടുത്താലോ?
നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ആകെ വിഷമിച്ചേന്. ഇനി ചേട്ടനോടും ചേച്ചിയോടും സ്റ്റാറിന്റെ കാര്യം എന്ത് പറയും? വഴക്ക് എന്തായാലും കിട്ടും, തീർച്ച. എന്തെങ്കിലും കള്ളം പറഞ്ഞാലോ? അമ്മേ, എവിടെ ആയിരുന്നു രണ്ടുപേരും ഇത്രയും നേരം? എവിടെ കളർ പേപ്പറും കമ്പുകളും? ഒന്നും കിട്ടിയില്ലേ? കിട്ടി. അതു പിന്നെ കമ്പുകൾ കാക്ക കൊത്തിക്കൊണ്ടുപോയി. ഏ, കാക്ക കൊണ്ടുപോയോ? അപ്പോ കളർ പേപ്പറോ? അത് പറന്നുപോയി. രണ്ടുപേരും കള്ളം പറയുന്നതാ അമ്മേ. അയ്യോ അമ്മേ, ഇനി എന്ത് ചെയ്യും? ഈ ബാനുവും ബബിലും എല്ലാം കുളമാക്കി. ഇനി അവരെ ഞങ്ങൾ ഒന്നിനും കൂട്ടില്ല. ആരും പിണങ്ങണ്ട. അച്ഛൻ വരുമ്പോ ഒരു സ്റ്റാർ കൂടി വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ അച്ഛൻ വരുന്നു. അച്ഛാ, സ്റ്റാർ എവിടെ? അയ്യോ, ഞാനത് വാങ്ങാൻ മറന്നു. അമ്മേ, ഇനി എന്ത് ചെയ്യും? ഒച്ചോ, അത് പിന്നെ ഞങ്ങൾ എലിയച്ഛനെയും കുടുംബത്തെ സഹായിച്ചതാ. സത്യായിട്ടും? അച്ഛാ, ഇവർ നേരത്തെ പറഞ്ഞത് ഇതല്ല. അപ്പൊ ഇതും കളമാ അല്ലേ അമ്മേ? ശരിക്കും സത്യമാണ് അച്ഛാ. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. വാ വാ. ഈ ബാനുവും ബബലുവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം ഇന്ന് ഞങ്ങൾക്ക് തന്നത്. അവർ ആ സമയത്ത് എത്തിയത് കൊണ്ടാണ് കൊടും തണുപ്പിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇതാ ഞങ്ങളുടെ ക്രിസ്മസ് സമ്മാനം. ബബലു, ഇങ്ങ അടുത്ത് വന്നേ. വാ വാ. ഇന്ന് നിങ്ങൾ വേണ്ടെന്ന് വെച്ച സ്റ്റാറിന് പകരം ഇതാ ഞങ്ങളുടെ സമ്മാനം. തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ, നിൻ കൂടെ പോന്നാല് കാലിന് പൊന്നണിയ, കാലിന് പൊന്നണിഞ്ഞാൽ ചിക്കിപ്പേറുക്കണ്ടയോ. തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ, നിൻ കൂടെ പോന്നാല് ചിറകിനും പൊന്നണിയ, ചിറകിന് പൊന്നണിഞ്ഞാൽ പാറിപ്പറക്കണ്ടയോ. തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ, നിൻ കൂടെ പോന്നാല് ചുണ്ടിന് പൊന്നണിയ, ചുണ്ടിന് പൊന്നണിഞ്ഞാൽ കൊത്തിപ്പേറുക്കണ്ടയോ. തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ. എന്റെ ചങ്ങാതിമാരെ ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ അമ്മ, ഈ മരക്കൊറ്റയ്ക്ക് കിടക്കാൻ കണ്ട സ്ഥലം. അയ്യോ, എന്താ ഇത്? വെള്ളപ്പട്ടാളം. ഓ, വെളുത്ത ഉറുമ്പായിരിക്കും.
ഇതെന്ത് സാധനം? ഓ, ഇത് മണ്ണാണല്ലോ. ഓ, ഒന്നും കാണുന്നില്ലല്ലോ. എന്താ പൂപ്പി ഇവിടെ? എന്താ നോക്കുന്നേ? ഹായ്, ചങ്ങാതിയോ? ദാ നോക്ക്, ഞാൻ രാവിലെ വന്നപ്പോൾ ഇതൊരു മരക്കുറ്റിയായിരുന്നു. അതിൽ ഒത്തിരി വെളുത്ത ഉറുമ്പുകളും ഉണ്ടായിരുന്നു. വെളുത്ത ഉറുമ്പോ? അതെ, ഇപ്പൊ നോക്കുമ്പോ മരക്കുറ്റിയില്ല, എല്ലാം മണ്ണുകൊണ്ട് മൂടിയിരിക്കുന്നു. ഈ ദ്വാരത്തിലൂടെ പോയാൽ ചിലപ്പോ അകത്തുള്ളതെല്ലാം കാണാൻ പറ്റും. നിനക്കുള്ളിലേക്ക് പോകാമോ ചങ്ങാതി? വെട്ടമുള്ളോണ്ട് നിനക്ക് എല്ലാം കാണാനും പറ്റും. അതിനെന്താ പൂപ്പി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ചങ്ങാതി, ചങ്ങാതി, വേഗം വാ. അയ്യോ, അവൻ എന്താ പറ്റിയത്? ഇതെന്താ? എന്റെ ചങ്ങാതിയെ ഇവരുടെ കൂടെ കൂടിയോ? അയ്യോ, ഇത്രയും പ്രാണികളോ? നിങ്ങൾ എന്റെ ചങ്ങാതിയെ കണ്ടോ? നിൽക്കാൻ, ഒന്ന് നിന്നേ. ഒന്ന് നിക്കണേ. നിങ്ങൾ എന്റെ ചങ്ങാതിയെ കണ്ടോ? അയ്യോ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഈയാമ്പാറ്റകളാണ് ചങ്ങാതി. ഞാൻ പൂപ്പി. നിങ്ങൾ എന്തിനാ ആ വലിയ കൂട്ടിൽ നിന്ന് ഇവിടെ പറന്നെത്തിയത്? ഞങ്ങളുടെ ഇണകളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഞാൻ രാവിലെ കണ്ട വെളുത്ത ഉറുമ്പുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണോ? അവ ഉറുമ്പുകളല്ല, ചിതലുകളാണ്. പൂപ്പി എങ്ങനെയാ അവരെ കണ്ടത്? രാവിലെ ഞാനൊരു മരക്കുറ്റിൽ തട്ടി വീണു, അപ്പൊ കണ്ടതാ. പിന്നെ വന്ന് നോക്കിയപ്പോ മരക്കുറ്റിയില്ല. അതിന്റെ സ്ഥാനത്ത് വലിയൊരു മൺകൂന. അയ്യോ, അത് മൺകൂനയല്ല, മൺപുറ്റാണ്. അപ്പൊ പൂപ്പിയാണല്ലേ ഞങ്ങളുടെ കൂടൊക്കെ തട്ടിത്തെറിപ്പിച്ചത്? അത് ഓടിയപ്പോ തട്ടി വീണതാ. സാരമില്ല, അതുകൊണ്ട് മരക്കുറ്റിക്ക് മുകളിൽ ഞങ്ങൾ വലിയൊരു പുറ്റുണ്ടാക്കി സ്വസ്ഥമായ ആഹാരം കഴിക്കാലോ. അതിന് മരമാണോ നിങ്ങൾ തിന്നുന്നത്? മരം തന്നെയാണ് പ്രധാനം, പിന്നെ അഴുകിയ ജൈവാംശങ്ങളും. ഇവയെല്ലാം മണ്ണിനോട് ചേർക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി. അപ്പോൾ നിങ്ങൾ എല്ലാരും ആ പുറ്റിനുള്ളിലാണോ താമസിക്കുന്നത്? അതേ പൂപ്പി, ആ മൺപുറ്റ് ഞങ്ങളുടെ കൊട്ടാരമാണ്. അതിനുള്ളിൽ രാജാവും രാജ്ഞിയും ജോലിക്കാരും പട്ടാളക്കാരും ഒക്കെയുണ്ട്. ഹായ്. റാണിമാരാണ് മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങളിൽ ചിലർ ജോലിക്കാരാവും, ചിലർ പട്ടാളക്കാരാവും. മറ്റുള്ളവർ രാജകുമാരന്മാരായും രാജകുമാരിമാരായും വളരും. മുട്ടകളെയും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെയും രാജാവും റാണിയും ചേർന്ന് വളർത്തും. ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ജോലിക്കാരാ കൂടുണ്ടാക്കുന്നത്. മണ്ണ്, ചെളി, ദ്രവിച്ചു കഴിഞ്ഞ തടി, ഉമിനീര് ഇവയൊക്കെ കൊണ്ടാ ഈ മൺപുറ്റുകൾ ഉണ്ടാക്കുന്നത്. പട്ടാളക്കാരാണ് കാവൽക്കാർ. അതിക്രമിച്ചു കടക്കുന്ന ചെറിയ ജീവികളെ അവർ തടഞ്ഞു വെക്കും. രാജകുമാരന്മാരും രാജകുമാരിമാരുമായി വളരുന്ന കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ ചിറക് വയ്ക്കും. എന്നിട്ട് കൂട്ടം കൂട്ടമായി വെളിയിലേക്ക് പറന്ന് ഇണകളെ കണ്ടെത്തും. ഇതുപോലെ. ഇനി നിങ്ങൾ തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകുന്നില്ലേ? ഇല്ലില്ല. ഇനി ഞങ്ങൾ ഇണകളുമായി ചേർന്ന് പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് പുതിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കും. അപ്പോ ഞങ്ങൾ പോട്ടെ പൂപ്പി? പോകലേ പോകലേ, എന്റെ ചങ്ങാതി. ചങ്ങാതിയോ? അതെ, എന്റെ ചങ്ങാതി മിന്നാമിനുങ്ങ്. നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കേറിപ്പോയതാ അവൻ. ഇതുവരെയും തിരികെ വന്നില്ല. അവനെ കണ്ടോന്ന് ചോദിക്കാനാ ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടിയത്. അയ്യോ, ചതിച്ചോ? വാ വേഗം, പട്ടാളക്കാർ അവനെ തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. അമ്മ റാണിയോട് പറഞ്ഞ് അവനെ മോചിപ്പിക്കണം.
ഹോ, രക്ഷപ്പെട്ടു പൂപ്പി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേനെ. ഹോ, രക്ഷപ്പെട്ടല്ലോ, അത് മതി. അപ്പൊ ഞങ്ങൾ പോട്ടെ പൂപ്പി. ശരി ചങ്ങാതിമാരെ, വളരെ നന്ദി. തന്നാനെ താനം താനം വെക്കം ചുമക്കട മുത്തേ, നേരം കളയാതെ വന്നേ നന്മണിയെല്ലാം. തന്നാനെ താനം താനം വെക്കം ചുമക്കട മുത്തേ, നേരം കളയാതെ വന്നേ നന്മണിയെല്ലാം. ഇക്കാടും പയർമണിയും പഞ്ചാരത്തരികളുമെല്ലാം എത്തിക്കാം ഒന്നായി നമ്മുടെ ചെറുമാളത്തിൽ. ഇക്കാടും പയർമണിയും പഞ്ചാരത്തരികളുമെല്ലാം എത്തിക്കാം ഒന്നായി നമ്മുടെ ചെറുമാളത്തിൽ. തന്നാനെ താനം താനം വെക്കം ചുമക്കട മുത്തേ, നേരം കളയാതെ വന്നേ നന്മണിയെല്ലാം. അമ്മയുറുമ്പാത്തു വിളിച്ചു, മാനം കറുത്തു വരുന്നേ, എല്ലോളം വടികാട്ടല്ലേ ചങ്ങാതികളെ. അമ്മയുറുമ്പാത്തു വിളിച്ചു, മാനം കറുത്തു വരുന്നേ, എല്ലോളം വടികാട്ടല്ലേ ചങ്ങാതികളെ. പൊന്നാരക്കുട്ടന്മാരും മൂത്തോരുറുമ്പുകളും നന്നായി അധ്വാനിക്കേ മഴ വന്നല്ലോ. പുന്നാരക്കുട്ടന്മാരും മൂത്തോരുറുമ്പുകളും നന്നായി അധ്വാനിക്കേ മഴ വന്നല്ലോ. മരകൂസാതോടിയണഞ്ഞു കാത്തും ചങ്ങാതിമാരും, കരിയിലയും ചുള്ളിക്കമ്പും പെറുക്കി വച്ചു. മഴകൂസാതോടിയണഞ്ഞു കാത്തും ചങ്ങാതിമാരും, കരിയിലയും ചുള്ളിക്കമ്പും പെറുക്കി വച്ചു. ചന്തത്തിൽ പണി തീർത്തു പുന്നാര പുതുപ്പാലം, നന്നായി കയറിയിറങ്ങാൻ നല്ലൊരു പാലം. ചന്തത്തിൽ പണി തീർത്തു പുന്നാര പുതുപ്പാലം, നന്നായി കയറിയിറങ്ങാൻ നല്ലൊരു പാലം. തന്നാനെ താനം താനം വെക്കം ചുമക്കട മുത്തേ, നേരം കളയാതെ വന്നേ നന്മണിയെല്ലാം. തന്നാനെ താനം താനം വെക്കം ചുമക്കട മുത്തേ, നേരം കളയാതെ വന്നേ നന്മണിയെല്ലാം. ഇക്കാടും പയർമണിയും പഞ്ചാരത്തരികളുമെല്ലാം എത്തിക്കാം ഒന്നായി നമ്മുടെ ചെറുമാളത്തിൽ. ഇക്കാടും പയർമണിയും പഞ്ചാരത്തരികളുമെല്ലാം എത്തിക്കാം ഒന്നായി നമ്മുടെ ചെറുമാളത്തിൽ. തന്നാനെ താനം താനം വെക്കം ചുമക്കട മുത്തേ, നേരം കളയാതെ വന്നേ നന്മണിയെല്ലാം. ഒട്ടകവും കുറുക്കനും ചങ്ങാതിമാരായിരുന്നു. ഒരു പാവത്താനായിരുന്നു ഒട്ടകം, എന്നാൽ കുറുക്കനോ കൗശലക്കാരനും. കുറുക്കൻ ഒരു ദിവസം രാവിലെ ആഹാരം അന്വേഷിച്ചിറങ്ങി. ഓ, എന്തൊരു കഷ്ടം! നടന്ന് നടന്ന് തളർന്നു. ഇനി കുറെ നേരം ഇവിടെ ഇരിക്കാം. എന്താ ചങ്ങാതി, ആകെ ക്ഷീണിച്ചാണല്ലോ ഇരിപ്പ്. എന്തു പറയാൻ സുഹൃത്തേ, നടന്ന് നടന്ന് ക്ഷീണിച്ചു. ഇനി ഒരടി നടക്കാൻ വയ്യ. ചങ്ങാതി വിഷമിക്കണ്ട, എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ താങ്കളെ ചുമന്നോളാം. പുറത്ത് കയറാനോ? അത് ബുദ്ധിമുട്ടാവില്ലേ? ഈ വിഷമാവസ്ഥയിൽ സഹായിച്ചില്ലെങ്കിൽ പിന്നെ സുഹൃത്തെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ പതിയെ നടക്കാം.
പുറത്ത് കയറി ബലമായി പിടിച്ചിരുന്നോളൂ. ഒട്ടകത്തിന്റെ പുറത്തുള്ള ഈ യാത്ര വളരെ രസം തന്നെ. എന്തായാലും ഇനി ഇങ്ങനെ മതി യാത്ര. നടക്കണ്ടല്ലോ, സുഖമായി യാത്രയും ചെയ്യാം. പക്ഷെ എന്തു പറഞ്ഞ് എന്നും ഈ ഒട്ടകത്തിന്റെ പുറത്ത് കയറും? ചങ്ങാതി, വീടെത്തി. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ താഴെ ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതിനെന്താ വിഷമം? എന്തുണ്ട് വഴി? ഒരു വിദ്യയും തോന്നുന്നില്ലല്ലോ. ഇത് തന്നെ വിദ്യ. കൈ ഒടിഞ്ഞുപോയി എന്ന് ആ മണ്ടൻ ഒട്ടകത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. കുറുക്കനെ കാണുന്നില്ലല്ലോ. ഇനി പനി പിടിച്ച് കിടപ്പായോ? എന്തു പറ്റി ചങ്ങാതി? എന്ത് കിടപ്പായത്? ഒന്നും പറയണ്ട. ഇന്നലെ രാത്രി ആഹാരം അന്വേഷിച്ചിറങ്ങിയപ്പോ എന്റെ കൈ ഒന്ന് ഒടിഞ്ഞു. ഇപ്പൊ നടക്കാൻ വയ്യ. നല്ല വേദനയും. കഷ്ടം തന്നെ. ഏതായാലും ഇനി മുതല് എന്റെ പുറത്തായിക്കോളൂ യാത്ര. അങ്ങനെ പാവം ഒട്ടകത്തെ പറ്റിച്ച് കുറുക്കൻ അതിനു മുകളിൽ യാത്ര തുടങ്ങി. ചങ്ങാതി, ഈ കരിമ്പ് എവിടുന്നാ കിട്ടിയത്? അറിഞ്ഞില്ലേ? പുഴയുടെ അക്കരെ നിറയെ കരിമ്പ് വിളഞ്ഞു കിടക്കുന്നു. വേഗം ചെല്ല്. സുഹൃത്തെ, നമുക്കും കരിമ്പ് തിന്നാൻ പോയാലോ? പക്ഷെ പുഴ എങ്ങനെ കടക്കും? ഏയ്, അതോർത്ത് വിഷമിക്കണ്ട. താങ്കൾ എന്റെ പുറത്ത് ബലമായിട്ട് പിടിച്ചിരുന്നാ മതി. ഞാൻ നീന്തി അക്കരെ എത്താം. ഇപ്പൊ ഈ കുറുക്കന്റെ മുടന്തൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവൻ എന്നെ പറ്റിക്കുകയായിരുന്നു. വരട്ടെ, കാണിച്ചു കൊടുക്കാം. ചങ്ങാതി, വയറ് നിറഞ്ഞാൽ എനിക്ക് കൂവണമെന്ന് തോന്നും. ഞാൻ ഒന്ന് കൂവിക്കോട്ടെ? വേണ്ട വേണ്ട, തോട്ടക്കാരന്റെ പട്ടികൾ നമ്മളെ ഓടിക്കും. ദയവായി കൂവരുത്. ഞാനാണെങ്കിൽ കരിമ്പ് തിന്നു തുടങ്ങിയതേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കൂ. എനിക്കാണെങ്കിൽ കൂവാതിരിക്കാൻ വയ്യ. അയ്യോ പട്ടികൾ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അയ്യോ, ഞാനും കൂടെ. എന്നെ മറന്നോ? ഈ ചതിയനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇത് തന്നെ അവസരം. ചങ്ങാതി, നല്ല തണുത്ത വെള്ളം, ഒഴുക്കുമില്ല. എനിക്കൊന്ന് മുങ്ങിക്കുളിച്ചാ കൊള്ളാമെന്നുണ്ട്. അയ്യോ വേണ്ട വേണ്ട, താങ്കൾ വെള്ളത്തിൽ മുങ്ങിയാൽ ഞാൻ ഈ പുഴയിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഭക്ഷണം കഴിച്ചാൽ കുളിക്കുന്നത് എന്റെ ശീലമായി പോയി. അതുകൊണ്ട് ക്ഷമിക്കൂ ചങ്ങാതി. എന്താ ചങ്ങാതി, ബുദ്ധിമുട്ടായോ?
കുറുക്കൻ മറുപടി പറയാൻ കാക്കാതെ ഓടി ഒളിച്ചു.